ഒരു കണക്ക് പറയാം. SIR ശേഷം 88,44,991 വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. SIR ശേഷം ഈ വർദ്ധിച്ച വോട്ട് 90% പോയിരിക്കുന്ന എവിടെയെന്ന് അറിയുമോ? മുസ്ലിം ലീഗിന് പ്രാധാന്യമുള്ള വടക്കൻ കേരളത്തിലെ സീറ്റുകളിലാണ് ഇതിൽ കൂടുതലും പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അവിടെ കുറച്ച് വോട്ട് CPM-ന്റെ ചില പരമ്പരാഗത മണ്ഡലങ്ങളിലും കിട്ടിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ പരമ്പരാഗത മണ്ഡലങ്ങളിൽ കാര്യമായ വർധന ഉണ്ടായിട്ടേയില്ല എന്നുള്ളതാണ് എൻ്റെ ആർഗ്യുമെന്റ്. ഇത് രണ്ട് രീതിയിൽ ആ പാറ്റേൺ കാണണം. ഒന്ന്, വടക്കൻ കേരളത്തിൽ ലീഗിന് ആധിപത്യമുള്ള മണ്ഡലങ്ങളിൽ സംഭവിച്ചതുപോലെയുള്ള ഏകീകരണമോ വോട്ട് വർധനയോ കേരളത്തിൽ മറ്റൊരിടത്തും ആ രീതിയിൽ സംഭവിച്ചിട്ടില്ല. തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ ലീഗിന് സ്വാധീനമുള്ള മണ്ഡലങ്ങൾ അഥവാ ലീഗ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ അങ്ങനെ വോട്ട് വർദ്ധിച്ചിട്ടില്ല. വടക്കൻ കേരളത്തിൽ ലീഗിന് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ കാര്യമായ വോട്ട് വർധന കാണാം. ഞാൻ കണക്ക് പറയാം. അതാണ് എൻ്റെ ഒരു പോയിന്റ്. രണ്ടാമത്തത്, ഇത് മനസ്സിലാക്കിയിട്ട് എന്താ സംഭവിച്ചത്? CPM വളരെ കൃത്യമായി, ലീഗാണ് ആദ്യം രംഗത്ത് വരുന്നത്. ലീഗ് കൊണ്ടുവന്ന പ്രചരണം വളരെ വലിയ രീതിയിൽ ഏൽക്കുകയും ചെയ്തിട്ടുണ്ട്. പൗരത്വം നഷ്ടപ്പെടുമെന്നുള്ളതായിരുന്നു. ഒരു പാനിക് ബട്ടൺ അവർ അമർത്തി. എന്നിട്ട് ലീഗ് പ്രവർത്തകർ ഓരോ വീട്ടിലേക്കും ചെന്ന് ലാപ്ടോപ്പുമായിട്ട് ചെന്ന് അതല്ലെങ്കിൽ അവരുടെയുള്ള മുഴുവൻ ആളുകളെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തി, നിങ്ങളുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ വരിക മാത്രമല്ല, വോട്ടേഴ്സ് ലിസ്റ്റിൽ വന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾ പോളിംഗ് ബൂത്തിൽ എത്തിയില്ലെങ്കിൽ നിങ്ങൾ ഡൂബിയസ് വോട്ടറായിട്ട് മാറും, സംശയ വോട്ടറായിട്ട് മാറും. അങ്ങനെ വന്നാൽ ഒരുപക്ഷേ ഭാവിയിൽ പൗരത്വം നഷ്ടപ്പെടുന്നതിലേക്ക് പോലും നയിച്ചേക്കുമെന്ന് പറഞ്ഞു. നോക്കൂ, കൂട്ടമായിട്ട് ആളുകൾ, മുസ്ലിം സ്ത്രീകൾ കൂട്ടമായി ആദ്യത്തെ 1-2 മണിക്കൂർ നേരം പല മണ്ഡലങ്ങളിലും നിന്നതിന്റെ കാരണം അതായിരുന്നു. വളരെ കൃത്യമായി ഓർഗനൈസ്ഡ് ആയിട്ട് അങ്ങനെ ഒരു ഭയം ഉണ്ടാവുകയും ആ ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ ചിട്ടയായിട്ട് അവർ പ്രവർത്തനം നടത്തുകയും ചെയ്യാൻ ലീഗിനെ അഭിനന്ദിക്കുകയാണ്. അർത്ഥത്തിൽ SIR-നെ വളരെ കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായ ലക്ഷ്യത്തോടു കൂടി തന്നെ വോട്ടർമാരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ ലീഗ് നടത്തിയ സമയം യഥാർത്ഥ CPM ഒക്കെ കണ്ടുപിടിക്കേണ്ടതാണ്. ഇത് മനസ്സിലാക്കി CPM അല്പം വൈകിയാണെങ്കിലും ഉണർന്നു. CPM-ന്റെ മണ്ഡലങ്ങളുണ്ട്. CPM-ന്റെ മണ്ഡലങ്ങളിലും വോട്ട് വർദ്ധിച്ചതായിട്ട് കാണാം. വടക്കൻ കേരളത്തിൽ, തെക്കൻ കേരളത്തിൽ എത്തുമ്പോഴോ CPM-ഓ കോൺഗ്രസോ കേരള കോൺഗ്രസോ അതിന് വലിയ താല്പര്യം കൊടുത്തിട്ടില്ല. CPI ഒട്ടും താല്പര്യം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.